സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ്. ആദ്യം പിടിയിലായ 6 പേരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തിങ്കളാഴ്ച വരെയാണ് കസ്റ്റഡി കാലാവധി. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഏതെല്ലാം പ്രതികളെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്? അറസ്റ്റിലായ കോളേജിൽ നിന്നും പോലീസ് നേരിട്ട് പിടികൂടിയ 6 പേരെയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോളേജിലെ ഈ പോലീസ് കോടതിയോട് ഇത്തരത്തിൽ ഒരു അപേക്ഷ നൽകിയിരുന്നു. ഇവരെ കസ്റ്റഡിയിൽ കിട്ടണമെന്നാവശ്യപ്പെട്ട് അത്തരത്തിലാണ് നിലവിൽ കോടതി അത്തരത്തിലൊരു കസ്റ്റഡി കാലാവധി നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച വരെയാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ DSP സജീവൻ ആയിരുന്നു ഇത്തരത്തിലൊരു അപേക്ഷ കൽപ്പറ്റ കോടതിയിൽ നൽകിയത്. തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോലീസ് കോടതി എത്തിയിരിക്കുന്നത്. ബിനോയ്, ആകാശ്, ശ്രീഹരി, അതോടൊപ്പം അഭിഷേക്, ഡോൺ സഹായി, അതോടൊപ്പം ബിൽഗേറ്റ് തുടങ്ങി 6 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ മാതാപിതാക്കൾ പല പ്രതികരണങ്ങൾ നടത്തുകയാണ്. കാരണം ഈ ആദ്യം സസ്പെൻഡ് ചെയ്ത 12 പേരുണ്ടായിരുന്നു. അതിന് പുറമെയായിരുന്നു പോലീസ് ഈ കോളേജിലെത്തി ഈ 6 പേരെ പിടികൂടിയത്. ആദ്യം സസ്പെൻഡ് ചെയ്ത 12 പേർ ഒളിവിലായിരുന്ന സമയത്തായിരുന്നു കോളേജിൽ നിന്നും ഇത്തരത്തിൽ 6 പേരെ പോലീസ് പിടികൂടുന്നത്. ഇത് ഇവരുടെ മക്കളെ ഇത്തരത്തിൽ പോലീസിന്റെ ഗൂഢാലോചനയിലൂടെ പെടുത്തിയതെന്നാണ് നിലവിൽ മാതാപിതാക്കൾ നൽകുന്ന വിവരം. ശരി, സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ്. ആദ്യം പിടിയിലായ 6 പേരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തിങ്കളാഴ്ച വരെയാണ് കസ്റ്റഡി കാലാവധി. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.